ഈ കൂട്ടത്തിലേ അച്ചാറിടാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ അടുത്ത് എൻ്റെ ഫ്രണ്ട് പറയാണ് അവൾക്ക് അച്ചാറിടാൻ അറിയില്ലാന്ന്. കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇതുവരെ അച്ചാറിടാൻ ശ്രമിച്ചിട്ട് പോലും ഇല്ല. 10 മിനിറ്റ് ടൈം ഉണ്ടെങ്കിൽ ഈ മാങ്ങ അരിയാൻ അറിയാന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലത്തെ അടിപൊളി അച്ചാറ് സത്യം 10 മിനിറ്റിൽ ഉണ്ടാക്കാം. പറഞ്ഞുതരട്ടെ? അപ്പോൾ വേഗം അച്ചാറിടാനുള്ള മാങ്ങ എടുത്തോട്ടെ. നല്ലപോലെ കഴുകിയിട്ട് നല്ല സെറ്റായിട്ട് തുടയ്ക്കണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് നല്ലപോലെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ അരിയട്ടെ. ഞാനിവിടെ സ്ക്വയർ പീസായിട്ടാണ് അരിയുന്നത്. ചെത്തി ചെത്തി ഇടാനുള്ളത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും അരിയാം. എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ടിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അന്നേരം കൊണ്ട് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. 2 പച്ചമുളകും 2 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ട് നന്നാക്കി എടുക്കണം. ചെറുതായിട്ട് ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത്രയും കഴിഞ്ഞാൽ അച്ചാറിൻ്റെ പരിപാടി നമുക്ക് തുടങ്ങായി. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയോടൊപ്പം കടുക് പൊട്ടിക്കാം, ഉലുവ പൊട്ടിക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇത്രയും ഇട്ടെടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ടെടുക്കുക. ഇളകി ജസ്റ്റ് ഒന്ന് വാടണം കേട്ടോ. 2 മിനിറ്റ് ഒന്ന് വാടിക്കോട്ടെ. വാടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു നുള്ള് മാത്രം മഞ്ഞൾപ്പൊടി, അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ 3-4 സ്പൂൺ മുളക് പൊടി. അത് നിങ്ങളുടെ വീട്ടിലെ മുളക് പൊടിയുടെ എരിവ് അനുസരിച്ച് ഇട്ടാൽ മതി. ഇത് കാശ്മീരി ചില്ലിയാണ്. ഞാൻ 4 സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ഇളക്കി മുളക് പൊടിയുടെ ആ ഒരു പച്ചമണം മാറിയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മളുടെ മാങ്ങ കൊട്ടാം. ബർണർ ഓഫ് ചെയ്യണം. ഇനി തീ കത്തണ്ട. ഇതൊന്ന് ഇളക്കി കൂട്ടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കായപ്പൊടി ഇടണം. ഞാൻ ലാസ്റ്റാണ് കായപ്പൊടി ഇടാറുള്ളത്. ആ കായപ്പൊടിയും കൂടി ഒരു സ്പൂണോളം ഇട്ടിട്ടുണ്ടാവുള്ളൂ. പിന്നെ സുർക്കയും കൂടി ഒഴിക്കാം. സുർക്ക നിങ്ങൾക്ക് എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് ഒഴിക്കാം. എന്നിട്ട് ഇളക്കി കൂട്ടി നോക്കിയപ്പോൾ ചെറുതായിട്ട് പുളി കയറി നിൽക്കുന്നത് കണ്ടതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ടുകൊടുത്തു. ഉപ്പ് അധികമായി കഴിഞ്ഞാലും കുഴപ്പമില്ല. അച്ചാർ കേടാവാതിരിക്കാൻ ഉപ്പ് എത്രത്തോളം കൂടുന്നു അത്രയും നല്ലതാണ്. ഇതൊരു പൊടിക്കൈയാണ് കേട്ടോ. ഒരു നുള്ളു പഞ്ചസാരയാണ് ഞാൻ ഇട്ടത്. ഇതും കൂടെ ഒന്ന് ഇട്ടിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇനി ഒന്ന് കൂട്ടി നോക്കിയാൽ സെറ്റ് അച്ചാറായിട്ടുണ്ടാവും. 10 മിനിറ്റ് പോലും വേണ്ടി വരില്ല നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഭരണിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഇനി അച്ചാറിടാൻ അറിയില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അടി കിട്ടും. ഇത്ര ഈസി പരിപാടി വേറെ ഒന്നുമില്ലെന്നേ. ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ.